അനഘ, അതായത് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ പല ഘട്ടങ്ങളായി ഇതിനെ നിർവചിക്കാറുണ്ട്. അതായത് ആദ്യം ഒരു മുന്നറിയിപ്പ്, ഒരു ദുരന്തമുണ്ടായാൽ പിന്നീട് അതിനെ എങ്ങനെ നേരിടണം, അതിനുശേഷം വരുന്ന ഒരു വിഷയമാണ് ഈ പുനരധിവാസം അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത്. ഇപ്പോൾ സഹായങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു സമയമാണ്. പല പ്രതികരണങ്ങളിലും അവർ പറയുന്നത് കേട്ടു. അതായത് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയിട്ടില്ല, ബന്ധുക്കളുടെയും മറ്റും വീടുകളിലേക്ക് പോയി, ഉള്ളതും വാരിപ്പെറുക്കി ചിലർ വാടകയ്ക്ക് വീടെടുത്തു പോയി. പക്ഷേ അതായത് അതൊന്നും സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇനി അവരുടെ കയ്യിൽ ഒന്നുമില്ല, നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്നവരാണ്, എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ അന്ന് കണ്ടതാണ്. പലരും വീട് വിട്ടിറങ്ങുമ്പോൾ കയ്യിലൊരു മാറി ഉടുക്കാൻ വസ്ത്രം പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരോടാണ് ഇവർ തെളിവ് ചോദിക്കുന്നതും കൈമലർത്തുന്നതുമൊക്കെ. ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അധികം വെള്ളപ്പൊക്കം ഉണ്ടായ പ്രദേശമാണ് കണ്ണാടിക്കൽ പ്രദേശം. പല വീടിന് മുകളിലേക്കും വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഈ പ്രളയം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ദുരന്ത ബാധിതർക്ക് ഉടനടി തന്നെ അടിയന്തരമായി സഹായങ്ങൾ ലഭ്യമാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഈ കൂലിപ്പണിക്കാരാണ് മിക്ക സാധാരണക്കാർ തന്നെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അവർക്ക് ഈ പ്രളയം, ഈ വെള്ളപ്പൊക്കം സാഹചര്യത്തിൽ അവർക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരക്കാർക്ക് 300 രൂപ വീട്ടിലേക്ക് ദിവസേന നൽകും എന്നുള്ള പ്രഖ്യാപനമൊക്കെ 300 രൂപ നൽകുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ സർക്കാർ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഒരാൾക്ക് പോലും ഇത്തരത്തിലൊരു 300 രൂപ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അടിയന്തരമായി ഈ 10,000 രൂപ ഇത്തരം കുടുംബങ്ങൾക്ക് നൽകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10,000 രൂപ ലഭിക്കണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് എന്നുള്ളതാണ് ഈ ദുരന്ത ബാധിതർ തന്നെ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഫോം ഫില്ല് ചെയ്ത് ഉദ്യോഗസ്ഥരടുത്തേക്ക് പോകുമ്പോൾ ഈ വെള്ളം പൊങ്ങിയതിൻ്റെ തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായവരും വയോധികർക്കും ഒക്കെ തന്നെ ഈ ഇത്തരത്തിൽ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള സമയം അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഒരു പ്രദേശത്തെ ആളുകൾ. ഇത് കേവലം കോഴിക്കോട്ടെ മാത്രം സാഹചര്യമല്ല, പലയിടങ്ങളിലും സമാന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രളയം കഴിഞ്ഞു, വെള്ളപ്പൊക്കം ഉയർന്നു. അതിനുശേഷവും ആ ജീവിതത്തിലേക്ക് തിരിച്ച് അവരെ കൈപിടിച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഭരണ സംവിധാനമാണ്. അവർ തികഞ്ഞ നിസ്സംഗതയാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. രാഖി, ആര്യ. ശരി അനഘ, അതായത് സർവ്വതും നഷ്ടപ്പെട്ടവരാണ്, അവരെയാണ് ഇത്തരത്തിൽ അവഹേളിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ളതാണ് അനഘ റിപ്പോർട്ട് ചെയ്ത വാർത്ത.